സെൻ്ററിൽ പ്രവർത്തിക്കുന്ന സഖാവ് കെ അനിൽ സംസാരിക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സഖാവ് മധു, നമ്മുടെ ഈ കൺവെൻഷൻ ആവേശകരമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസംഗിച്ച സഖാവ് KPR, നമ്മുടെ പ്രിയപ്പെട്ട സാരഥി സഖാവ് ഗീത ഗോപി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആദരണീയരും ബഹുമാനീയരുമായ നേതാക്കന്മാർ, സഹോദരന്മാരെ, സഖാക്കളെ, സുഹൃത്തുക്കളെ, ഈ തെരഞ്ഞെടുപ്പിൽ നാം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചു വരേണ്ടതിൻ്റെ അനിവാര്യതയെയും സംബന്ധിച്ച് സഖാവ് KPR ഉദ്ഘാടന പ്രസംഗത്തിൽ നമ്മോട് സംക്ഷിപ്തമായി വിശദീകരിച്ചതാണ്. ആ പ്രവർത്തനങ്ങൾ ചേർപ്പ് പഞ്ചായത്തിലും ചേർപ്പ് പഞ്ചായത്തിലെ 31 ബൂത്തുകളിലും നല്ല രീതിയിൽ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകാൻ ആവശ്യമായ പ്രവർത്തന പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടിയാണ് നാം എല്ലാവരും ഇന്ന് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഈ പ്രവർത്തനത്തിൻ്റെ ആദ്യഘട്ടം എന്ന രീതിയിൽ നമ്മുടെ 31 ബൂത്ത് കൺവെൻഷനുകളും നമ്മൾ സമയബന്ധിതമായി പൂർത്തീകരിച്ചു. ഇന്നിപ്പോൾ നമ്മുടെ പഞ്ചായത്ത് കൺവെൻഷൻ നടക്കാണ്. ആ കൺവെൻഷന് ശേഷം ഇവിടെ വച്ച് 4 മേഖലാ കമ്മിറ്റികളായി പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണം എന്നാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ആ 4 മേഖലാ കമ്മിറ്റികളുടെയും രൂപീകരണം ഈ കൺവെൻഷനിൽ വെച്ച് ഇതിന് ശേഷം നടക്കും. 8 മുന പ്രദേശത്തെ 7 ബൂത്തുകൾ ചേർന്ന് 8 മുന മേഖലാ കമ്മിറ്റിയും, ഊരകം മേഖലയ്ക്കകത്ത് 8 ബൂത്ത് കമ്മിറ്റികൾ ചേർന്ന് ഊരകം മേഖലാ കമ്മിറ്റിയും, ചേർപ്പ് മേഖലയ്ക്കകത്ത് പടിഞ്ഞാട്ടുമുറിയും മുത്തുള്ളിയാലും ഒക്കെ ഉൾപ്പെടുന്ന പ്രദേശം ഉൾപ്പെടെ ചേർപ്പ് മേഖലാ കമ്മിറ്റിയും, പുത്തറയ്ക്കലും അതുപോലെ തന്നെ പെരുമ്പള്ളിശ്ശേരിയും ചൊവ്വൂരും ഒക്കെ ഉൾപ്പെടുന്ന 8 വാർഡുകൾ വെച്ചുകൊണ്ട് ചൊവ്വൂർ മേഖലാ കമ്മിറ്റികൾ. ആ മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നാളെ മുതൽ ചിട്ടയായ പ്രവർത്തനങ്ങൾ നാം സംഘടിപ്പിച്ച് മുന്നേറാൻ വേണ്ടി പോവാണ്. നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ നമ്മുടെ മണ്ഡലം കൺവെൻഷൻ നമ്മുടെ തൃപ്രയാർ ആശുപത്രിയുടെ ഏകദേശം ഒരു 100-150 മീറ്റർ ഇപ്പുറത്തുള്ള ശാന്തി പാലസ്, നാളെ ശാന്തി പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ അതിനാവശ്യമായ ക്രമീകരണങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ മേഖലാ കമ്മിറ്റിക്കകത്തു നിന്നും വാഹനങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. 8 മുനയിൽ നിന്നും ചൊവ്വൂരിൽ നിന്നും ചേർപ്പിൽ നിന്നും ചൊവ്വൂരിൽ നിന്നെല്ലാം തയ്യാറാക്കിയ വാഹനങ്ങളിൽ സഖാക്കൾ ഒരു ബൂത്തിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് 15 പേരെങ്കിലും ആ കൺവെൻഷനിൽ പങ്കെടുക്കാൻ ആവശ്യമായ തീരുമാനം നമുക്ക് വിജയിപ്പിക്കാൻ വേണ്ടി സാധിക്കണം. 23-ാം തീയതി മണ്ഡലം കൺവെൻഷൻ കഴിഞ്ഞാൽ 24, 25, 26 ദിവസങ്ങളിലായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് ഗീത ഗോപിയുടെ അഭ്യർത്ഥനയായി ഓരോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകനും സ്വയം സ്ഥാനാർത്ഥിയായി നമ്മുടെ ബൂത്തിലെ മുഴുവൻ വീടുകളിലും കയറി ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിനെയെല്ലാം തമസ്കരിക്കുവാനും വക്രീകരിക്കുവാനും മലയാളിയുടെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയുവാനും ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള സംഘടിതവും ആസൂത്രിതവുമായ പരിശ്രമങ്ങൾ വലതുപക്ഷ രാഷ്ട്രീയവും അവരെ പിന്തുണയ്ക്കുന്ന എല്ലാ ദുഷ്ടശക്തികളും ഈ കേരളത്തിൻ്റെ മണ്ണിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം കേരളത്തിൽ, അതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റാത്ത ചില ആളുകൾ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ അതിൽ ന്യൂനപക്ഷമാണ്. അവർക്ക് വേണ്ടിയുള്ള കള്ളപ്രചാരവേലകൾ അഴിച്ചുവിട്ട്
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്ക് ഈ കേരളത്തിൻ്റെ മണ്ണിൽ സ്ഥാനമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ 24, 25, 26 തീയതികളിൽ മുഴുവൻ വീടും കയറല്ല, മുഴുവൻ വീട്ടിലെയും മുഴുവൻ വോട്ടർമാരെയും നേരിട്ട് കാണുക എന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത്. ലോക പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരനും ചിന്തകനുമായ മിലൻ കുന്ദേര ഒരിക്കൽ പറയുകയുണ്ടായി, മറവികൾക്കെതിരെയുള്ള ഓർമ്മപ്പെടുത്തലിൻ്റെ സമരമാണ് രാഷ്ട്രീയം. പ്രിയപ്പെട്ട സഖാക്കളെ, ആ മറവികൾക്കെതിരെയുള്ള ഓർമ്മപ്പെടുത്തലിൻ്റെ സമരമാണ് രാഷ്ട്രീയമെങ്കിൽ നമുക്ക് ഏറ്റെടുക്കുവാനുള്ള ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ സമരത്തിൽ നമ്മുടെ നാട്ടിലെ മനുഷ്യൻ്റെ മനസ്സുകളിലേക്ക് പച്ചയായ പരമാർത്ഥങ്ങളുടെ തൂവെളിച്ചം വിതറുന്ന സംഘങ്ങളായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ വിജയകരമായി നമ്മുടെ ബൂത്ത് സ്ക്വാഡ് പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണം എന്നാണ് അഭ്യർത്ഥിക്കുവാനുള്ളത്. 31 ബൂത്തുകളിൽ 4 സ്ക്വാഡുകൾ രൂപീകരിച്ച് സമയമെടുത്ത് നല്ലവണ്ണം സംവദിച്ച് എല്ലാ വിധത്തിലുള്ള അപവാദ പ്രചരണങ്ങൾക്കും മറുപടി പറഞ്ഞ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം ഉറപ്പുവരുത്തും എന്ന രീതിയിലേക്കുള്ള കാര്യക്ഷമതയോടുകൂടിയുള്ള പ്രവർത്തനം ഗൃഹസന്ദർശനത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയണം. കൊച്ചു കൊച്ചു കുടുംബയോഗങ്ങൾ എല്ലാവരെയും വിളിച്ചിരുത്തി നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയണം. ഇന്ന് കഴിഞ്ഞാൽ മാർച്ച് മാസം 30-ാം തീയതിക്ക് മുമ്പ് ഓരോ ബൂത്തിനകത്തും ഏറ്റവും ചുരുങ്ങിയത് 10 കുടുംബയോഗങ്ങൾ വിളിച്ചു ചേർത്ത് അവരോടെല്ലാം ഈ നാടിനു വേണ്ടി ഇടതുപക്ഷം വേണം. നാം മുന്നോട്ട് വയ്ക്കുന്ന ക്യാപ്ഷൻ ആരുണ്ട് LDF അല്ലാതെ എന്ന ചോദ്യം യാഥാർത്ഥ്യ ബോധത്തോടുകൂടി വസ്തുതാപരമായി നമ്മുടെ നാടിൻ്റെ മക്കളോട് നല്ലവണ്ണം വിശദീകരിക്കുവാൻ ആ കുടുംബയോഗത്തിലൂടെ നമുക്ക് കഴിയണം എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. അതിനിടയിൽ വിവിധങ്ങളായ പരിപാടികൾ കടന്നു വരികയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട പരിപാടിയാണ് 25-ാം തീയതി നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി സഖാവ് ഗീതാ ഗോപി 25-ാം തീയതി 2 മണിക്ക് പെരിഞ്ചേരി പള്ളി പരിസരത്ത് നിന്നും ആരംഭിച്ച് വൈകുന്നേരം 8 മണിക്ക് പെരുമ്പിള്ളിശ്ശേരി സെന്ററിൽ സമാപിക്കാവുന്ന രൂപത്തിലുള്ള പര്യടന പരിപാടി അക്ഷരാർത്ഥത്തിൽ ഈ ചേർപ്പ് പഞ്ചായത്തിന് ഇളക്കി മറിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പര്യടന പരിപാടിയാക്കി ഈ നാട് നാളിതുവരെ ദർശിച്ചിട്ടില്ലാത്ത ജനകീയ മുന്നേറ്റത്തിൻ്റെ പോരാട്ടം മുഖമായി സ്ഥാനാർത്ഥി പര്യടന പരിപാടി മാറ്റണം. അതിൻ്റെ കേന്ദ്രങ്ങളെല്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. നോട്ടീസുകൾ നാളെ കൈകളിലെത്തും. എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളും കമനീയമായി അലങ്കരിച്ച് 100 കണക്കിന് അമ്മമാരുടെയും സഹോദരിമാരുടെയും കുട്ടികളുടെയും പോരാളികളുടെയും നേതൃത്വത്തിൽ നമ്മുടെ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുവാൻ, സ്ഥാനാർത്ഥിയെ കേൾക്കുവാൻ, സ്ഥാനാർത്ഥിക്ക് വിജയതിലകം ചാർത്തുവാൻ ഈ നാടിനെ സജ്ജമാക്കുക എന്ന പണി ഇതിനു ശേഷമുള്ള നാളുകളിൽ നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി സാധിക്കണം. നമ്മുടെ റാലി വരികയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരത്തെ സഖാവ് രാജേന്ദ്രൻ ഇവിടെ സൂചിപ്പിച്ച ആ പോരാട്ടത്തിന്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് ഗീതാ ഗോപി മെയ് മാസം 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ ചരിത്ര ഭൂരിപക്ഷം നേടി വിജയിക്കുമ്പോൾ ആ ഭൂരിപക്ഷത്തിലേക്ക് ഇതുവരെ നാട് കണ്ടിട്ടില്ലാത്ത ഭൂരിപക്ഷം ചേർപ്പ് പഞ്ചായത്ത് സമ്മാനിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് 6-ാം തീയതി നടക്കുന്ന നമ്മുടെ പഞ്ചായത്ത് റാലി, ആ പഞ്ചായത്ത് റാലിയിലേക്ക് 4 ബഹുജന പ്രവാഹങ്ങളായി 4 മേഖലാ കമ്മിറ്റികളുടെ ജാഥകൾ വരണം. 8 മുനയിൽ നിന്നും ജാഥ വരണം, ചൊവ്വൂരിൽ നിന്ന് ജാഥ വരണം, ചേർപ്പിൽ നിന്ന് ജാഥ വരണം, ചൊവ്വൂരിൽ നിന്ന് ജാഥ വരണം. 100 കണക്കിന് ജനങ്ങൾ പങ്കെടുക്കുന്ന 4 ജാഥകളും സംഗമിച്ച് ഉജ്ജ്വലമായിട്ടുള്ള പൊതുസമ്മേളനം ചരിത്ര സ്മരണകൾ ഇരമ്പുന്ന ചേർപ്പ് മഹാത്മാ മൈതാനിയിൽ ആയിരക്കണക്കായ മനുഷ്യരുടെ സാന്നിധ്യത്തിൽ സംഘടിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണം. നമ്മുടെ പ്രചരണ പ്രവർത്തനങ്ങൾ, വിവിധങ്ങളായിട്ടുള്ള വർഗ ബഹുജന പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ, ഏറ്റവും അവസാനം ഷോസ്കോഡ് 7-ാം തീയതി ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നാം തീരുമാനിച്ചിട്ടുണ്ട്. 8-ാം തീയതി ഇലക്ഷന്റെ ദിവസം നമുക്കെല്ലാം അറിയാം, കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്ന പോളിംഗ് സ്ക്വാഡുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അർപ്പണബോധമുള്ള പോരാളികളുടെ കൈകളിൽ നമ്മുടെ വോട്ടുകളെല്ലാം സുരക്ഷിതമാണ്
എന്ന് ഉറപ്പുവരുത്താവുന്ന പരുവത്തിലേക്കുള്ള പോളിംഗ് സ്ക്വാഡുകളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തി പോളിംഗ് ആരംഭിച്ച് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ വോട്ടുകളും പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്താവുന്ന ഏറ്റവും എഫക്റ്റീവായ, ഏറ്റവും സ്മാർട്ടായ, ഏറ്റവും തിട്ടപ്പെടുത്തിയ പ്രവർത്തനമായി നമ്മുടെ പോളിംഗ് സ്ക്വാഡുകളുടെ പ്രവർത്തനം മാറ്റണം. ഇനി അവശേഷിക്കേണ്ടത് ഏതാനും ദിവസങ്ങൾ മാത്രം. ഈ മാസം 8 ദിവസം, അടുത്ത മാസം 8 ദിവസം, 16 ദിവസക്കാലം കൊണ്ട് ഈ കേരളത്തിന്റെ മണ്ണിൽ ഒരു പുതിയ ചരിത്രം സൃഷ്ടിക്കുന്ന പോരാട്ടത്തിലേക്ക് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ സമൂഹത്തിലെ മനുഷ്യർ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന അതുപോലെ നാടാക്കി നമ്മുടെ കേരളത്തെ മാറ്റുവാൻ ഒരു നവ കേരളത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടിയുള്ള പോരാട്ടമുഖത്ത് ഈ ചേർപ്പിന്റെ രാഷ്ട്രീയ പാരമ്പര്യം തിരുത്തിക്കുറിച്ചുകൊണ്ട് ചുവപ്പിന്റെ വീരാളിപ്പട്ട് മുതപ്പിക്കുന്ന ഉജ്ജ്വലമായ പോരാട്ടമുഖത്തേക്ക് സഖാക്കളെ നമുക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വർത്തമാനം പറഞ്ഞത്. അധിക പ്രസംഗമാണെങ്കിൽ സഖാക്കൾ ക്ഷമിക്കണം. രാജേന്ദ്രൻ ഇവിടെ സൗമ്യമായി സൂചിപ്പിച്ചതാണ്. എല്ലാവരും ചോദിക്കുന്നു, എവിടെ നിങ്ങളുടെ മുമ്പത്തെ MLA? ഇവിടെ ഇരിക്കുന്ന എല്ലാ സഖാക്കൾക്കും അതും അറിയാം. ഇവിടെ ആധികാരികമായി തന്നെ അത് വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. 21,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് നാം ഇവിടെ ഇരിക്കുന്ന സഖാക്കൾ, ആ സഖാക്കളുടെ വർത്തമാനം കാട്ടി നാടിന്റെ മക്കൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച അരിവാൾ നെൽക്കതിരെടുത്ത് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളാണ് മുമ്പത്തെ MLA. ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഈ നാട് കണ്ടിട്ടില്ലാത്ത ഏറ്റവും നിർലജ്ജമായ കാഴ്ചകൾക്ക് നാം സാക്ഷ്യം വഹിക്കുകയാണ്. ഈ നാട്ടുക നിയോജക മണ്ഡലം സർദാർ ഗോപാലകൃഷ്ണന്റെ രക്തസാക്ഷിത്വത്തിന്റെ മണ്ണ്, സ്വന്തം ഹൃദയരക്തം കൊണ്ട് ഈ നാടിന്റെ ഭൂപടം മാറ്റിവരിച്ച അന്തിക്കാട്ട് ചെത്തുതൊഴിലാളി പോരാട്ടത്തിന്റെ ചുവന്ന മണ്ണ്, ചേർപ്പിന്റെയും ചാഴൂരിന്റെയും വല്ലച്ചരുടെ ഔണിശ്ശേരിയുടെയും പോരാട്ട ഭൂമി. ആ പോരാട്ട ഭൂമിയുടെ സൽപാരമ്പര്യത്തെയും ചരിത്രത്തെയും കളങ്കപ്പെടുത്തിക്കൊണ്ട് ഒരാൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ഇടതുപക്ഷത്തെ വെല്ലുവിളിക്കുവാൻ. എവിടെ കയറിയിരുന്ന് ഈ നാടിന്റെ ഏറ്റവും വലിയ വിമോചന പോരാട്ടമായ ദേശീയ പ്രസ്ഥാനത്തെ ഒറ്റിക്കൊടുത്തവരുടെ കൂടെ, ഈ നാടിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുടെ കൂടെ, ഈ നാടിന്റെ മാനാഭിമാനങ്ങൾ ലോക സാമ്രാജ്യത്വത്തിന്റെ കാൽക്കീഴിൽ പണയപ്പെടുത്തുന്ന അപമാനിതനായ കൂട്ടത്തിന്റെ കൂടെ നമ്മുടെ മതനിരപേക്ഷത, നമ്മുടെ ജനാധിപത്യം, നമ്മുടെ എല്ലാവിധ മാനവികതയും തകർക്കുന്ന കാവി കൂടാരത്തിൽ കയറിയിരുന്ന് ഇടതുപക്ഷത്തെ വെല്ലുവിളിക്കുവാൻ ഒരു മുൻ MLA തയ്യാറായി വന്നിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് കണക്ക് പറയണം. ഈ ആയാറാം കയ്യാറാം രാഷ്ട്രീയത്തെ ഈ നാട് അംഗീകരിക്കില്ല, ഞങ്ങൾ വെറുക്കുന്നു നിങ്ങളെ എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി കഴിയണം. ഈ നാടിന്റെ പാരമ്പര്യം അതാണ്. രാജേന്ദ്രൻ സൂചിപ്പിച്ചല്ലോ, അധികാരത്തിന്റെ ദുരമൂത്ത ആർത്തി പണ്ടാരങ്ങൾക്ക് മേഞ്ഞെടുക്കാനുള്ള മണ്ണല്ല നാട്ടുകാരുടെ മണ്ണ്, ചേർപ്പിന്റെ മണ്ണ് എന്ന് നമുക്ക് തെളിയിക്കാൻ വേണ്ടി കഴിയണം. ആ അധിക ചുമതല കൂടി ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിയണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഖാക്കളെയും പാർട്ടി നാട്ടിയ നിയോജക മണ്ഡലത്തിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വർത്തമാനം ചുരുക്കുന്നു. സഖാക്കളെ ലാൽ സലാം.